നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഓരോ ദിവസവും ജീവിക്കുവാൻ ആവശ്യമായ ആയുസ്സും ആരോഗ്യവും സൗഖ്യവും സ്വർഗത്തിലെ ദൈവം നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ കൃപാദാനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അല്പസമയത്തെ വിചിന്തനത്തിനു വേണ്ടി 55-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രയാസ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു ഭക്തനായ മനുഷ്യനാണ് ദാവീദ് എന്ന് പറയുന്നത്. തൻ്റെ മകൻ തനിക്കെതിരെ മത്സരിച്ചു. തൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ അറിയാം എന്ന് താൻ ധരിച്ചിരുന്ന അഗീതോഭേൽ തനിക്കെതിരെ തിരിയുവാനായിട്ടിടയായി. അടുത്തിടപെട്ടതായ അദ്ദേഹം തന്നെ ഒറ്റിക്കൊടുക്കുന്നത് പോലെയുള്ള തനിക്ക് വിരോധമായ പല കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ വ്യത്യസ്തങ്ങളായ മനോഭാരങ്ങൾ ഈ ഭക്തനെ അലട്ടുന്നതായ സമയങ്ങൾ, സമ്മർദ്ദങ്ങൾ ജീവിതത്തിലുണ്ടാകും. താങ്ങുവാൻ കഴിയാത്ത ചുമടുകൾ എടുക്കുന്നത് പോലെ ചില ഭാരങ്ങൾ വഹിക്കുന്നതായ വേളയിൽ ഇതെന്നെ അമർത്തിക്കളയും എന്ന് ചിന്തിക്കുന്ന പ്രയാസ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നതായ സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എടുക്കാൻ കഴിയാത്ത ചുമടുപോലെ വഹിക്കുന്ന ഭാരങ്ങൾ, മനോവ്യഥകൾ, വലിയ കൊട്ട ചുമക്കുന്നത് പോലെയുള്ളതായ വ്യഥകൾ, ഭാരങ്ങൾ മാനസികമായിട്ട് നേരിടുന്നതായ സമയങ്ങളിൽ പലരും പല നിലയിലാണ് അതിനെ നേരിടുന്നത്. ഈ 55-ാം സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭ വാക്കുകളിൽ ഭക്തൻ പറയുകയാണ്, പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നു എങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് പറയുകയാണ്. അത് ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാൻ ഒരു സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒഴിഞ്ഞങ്ങ് പോകുമായിരുന്നു. ചിലർ സ്വപ്ന ലോകത്തേക്ക് എന്ത് ചെയ്യുകയാണ്, ഭാരം വരുമ്പോൾ സഞ്ചരിക്കുക. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്തേനേയും എന്നൊക്കെയുള്ള ചിന്തകൾ. അതൊരു പരിഹാരമാണോ? മറ്റു ചിലരെ പ്രതികാരം കൊണ്ട് ഹൃദയത്തെ അങ്ങ് നിറയ്ക്കുകയാണ്. ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ തകർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണം ഇന്ന വ്യക്തിയാണ് എന്നുള്ള ചിന്തയിൽ അതിന് കാരണം കണ്ടെത്തി ആ വ്യക്തികളെ എന്ത് ചെയ്യുകയാണ്, പകയ്ക്കുന്ന അവസ്ഥകൾ. അപ്പോൾ അതുകൊണ്ടൊന്നും ഭാരത്തിന് പരിഹാരം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. സ്വപ്ന ലോകത്ത് സഞ്ചരിക്കുന്നത് കൊണ്ടോ ഏതെങ്കിലും വ്യക്തി ആണ് ഇതിന് കാരണമെന്ന് കണ്ടുപിടിച്ച് ആ വ്യക്തിയോട് പക തോന്നുന്നത് കൊണ്ടോ പ്രതികാരം ചെയ്യാൻ മനസ്സ് തുടിക്കുന്നത് കൊണ്ടോ നമ്മുടെ ഭാരത്തിന് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മാറ്റം സംഭവിക്കത്തില്ല. ഈ ഭാരങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിടുന്നത് എന്നറിയുവാൻ ദൈവം മൗനമായിരിക്കും. വിശുദ്ധ തിരുവെഴുത്തിൽ സ്നേഹത്തിൽ ദൈവം മിണ്ടാതിരിക്കുന്നു എന്ന് വചനത്തിൽ വായിക്കുന്ന ഭാഗങ്ങളുണ്ട്. മിണ്ടാതെ ഇരിക്കുക, അപ്പോൾ തന്നെ നമ്മൾ വലിയ ഭാരങ്ങൾ എന്ത് ചെയ്യാണ്, വഹിക്കുകയാണ്. ഈ ഭാരങ്ങൾ സ്വയം വഹിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഭാരങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഭാരവാഹി എന്ന് പറയുന്നത് സർവശക്തനായ ദൈവമാണ്. ഭാരവാഹിയായ ദൈവത്തിൻ്റെ ചുമലിൽ ആ ഭാരം ഇറക്കി വയ്ക്കണം. ഒരിക്കലും ഉറങ്ങാൻ പോകുമ്പോൾ വലിയ ഭാരവുമായിട്ട് കിടക്കയിലേക്ക് പോകരുത്. ഒട്ടകത്തെക്കുറിച്ചുള്ളതായ ചിന്ത രാവിലെ യജമാനൻ്റെ മുൻപിൽ അത് മുട്ടുകുത്തും. വിശ്രമിക്കുന്ന സമയമാകുമ്പോൾ ഉച്ചയ്ക്ക് മുട്ടുകുത്തും. വൈകിട്ടും അങ്ങനെ തന്നെയാണ്. മുട്ടുകുത്തുന്ന എന്തിനാ? അതിൻ്റെ ചുമലിൽ വെച്ചിരിക്കുന്ന ഭാരങ്ങളെല്ലാം ഇറക്കി വയ്ക്കാനാണ്. ഭാരങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയിലൂടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്ന് നമ്മുടെ ഭാരം ദൈവസന്നിധിയിൽ ഇറക്കി വെക്കണം. ഹന്ന അങ്ങനെ ഒരു മനുഷ്യനും പരിഹരിക്കാൻ കഴിയാത്ത മനോഭാരം ഹന്നായിക്കുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന് മാത്രമേ അത് പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് ആലയത്തിലേക്ക് വന്ന് തെറ്റിദ്ധരിച്ച പുരോഹിതനുണ്ടെങ്കിലും അവൾ തൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരുവാനായിട്ടിടയായത്. ഭാരങ്ങൾ പരിഹരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഓപ്പണാകണം. ചിലർ ആരോടും ഒന്നും പറയില്ല, ദൈവത്തോട് പോലും ഹൃദയം തുറന്ന് എന്ത് ചെയ്യത്തില്ല, സംസാരിക്കത്തില്ല. പ്രാർത്ഥിക്കാത്തത് കൊണ്ട്, യാചിക്കാത്തത് കൊണ്ട് ലഭിക്കുന്നില്ല എന്നാണ് വായിക്കുന്നത്. ഹൃദയം തുറന്ന് ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നത് പോലെ
കരയുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭാരമിറക്കി വയ്ക്കുകയും ചെയ്താൽ ദൈവം സമാധാനം കൊണ്ട് നിറയ്ക്കുകയും നമ്മൾ ഭാരപ്പെടുന്ന ആ വിഷയമുണ്ടല്ലോ അത് ദൈവം അങ്ങ് ഏറ്റെടുക്കും. നമ്മളെ ഫ്രീ ആക്കും. നമ്മൾ നശിച്ചു പോകാൻ, നമ്മൾ തകർന്നു പോകാൻ ശിക്ഷഗണങ്ങൾ നിലവിളിച്ചു, നാഥ ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ. അവരുടെ നിയന്ത്രണത്തിന് അപ്പുറമായിട്ടുള്ള കൊടുങ്കാറ്റാണ് അഭിമുഖീകരിക്കുന്നത്. പടകിൽ വെള്ളവും കയറിയിട്ടുണ്ട്, അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തത്തില്ല. എന്നാൽ അവർ നിലവിളിച്ചപ്പോൾ കർത്താവ് ഉണർന്നു, കാറ്റിനെ ശാസിച്ചു, കടല് ശാന്തമായി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു എന്നാണ് വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകൾ, തിരമാലകൾ നിങ്ങളുടെ നിയന്ത്രണത്തിന് അപ്പുറമാണ്. എന്നാൽ നിലവിളിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, ഭാരം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചാൽ മതി. കർത്താവ് ചില ഓർഡറുകൾ, കർത്താവ് നമുക്ക് വേണ്ടി ചില കൽപ്പനകൾ പുറപ്പെടുവിക്കും. കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ വലിയ ശാന്തത വരുവാനായിട്ടിടയാകും. നിങ്ങൾ ശാന്തരായിട്ടിരിക്കൂ. നിങ്ങൾ നിങ്ങളുടെ അലച്ചിലുകളും വെപ്രാളങ്ങളും ആദി കയറുന്ന മനോഭാവങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് ഭാരം ദൈവസന്നിധിയിൽ ഇറക്കി വെക്ക്. പ്രാർത്ഥനയിലൂടെ അല്പസമയം വീട്ടിലിരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിവേക പ്രവർത്തികൾ ചെയ്യാതെ, അവിവേക കാര്യങ്ങൾ സംസാരിക്കാതെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ആരാണോ ഭാരം ദൈവത്തിൻ്റെ മേൽ വയ്ക്കുന്നത് അവരെ പുലർത്തുന്നത് ദൈവമാണ്. നീതിമാൻ കുലുങ്ങിപ്പോകാൻ ദൈവം ഒരു നാളും സമ്മതിക്കത്തില്ല. ദൈവത്തിൽ ശരണപ്പെടാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.